അസൂയ തന്നെ തോന്നി. ഞാൻ കഴിഞ്ഞ 40-45 വർഷമായി പ്രസംഗവും മറ്റു പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാതെയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എന്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുടെ തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും, സത്യം പറഞ്ഞാൽ അത് ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, നാം ഇവിടെ സത്യം കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്രയാണ് നമ്മൾ നടത്തിയത്. കണ്ടോ, ഒരു അമുസ്ലിം സഹോദരൻ ആ 10 മണിക്കൂർ നീണ്ട വാദപ്രതിവാദം കൃത്യമായി കേട്ടപ്പോ അദ്ദേഹത്തിന് തോന്നിയതാ ഈ പറഞ്ഞത്. ഇന്നൊരു മുസ്ലിയാർ കണ്ടപ്പോഴോ? അതാ ഞാൻ പറഞ്ഞത്, ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ ഡാശിന് കൗതുകം. അവിടെ അത് തന്നെ പിടിച്ചത് അല്ലേ? ഇവര് അമുസ്ലിമായ ഒരു ഹൈന്ദവനായ തോട്ടം രാജശേഖരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാസംഗികനായ ആ മനുഷ്യനുണ്ടായ ആ നല്ല മനസ്സ് പോലും ഈ മുസ്ലിയാക്കന്മാർക്കുണ്ടായില്ല. ഈ തിരുവനന്തപുരത്ത് ചേർന്ന വാദപ്രതിവാദം ഹോട്ടൽ ഹൈലാൻഡിൽ വെച്ചുകൊണ്ട് ഈ തിരുവനന്തപുരം സാക്ഷിയായ വാദപ്രതിവാദമല്ലേത്? എന്നിട്ട് മുസ്ലിയാക്കന്മാരിപ്പോ പ്രസംഗിച്ചടക്കണ കേൾക്കണോ? ഈ മുസ്ലിയാക്കന്മാരിപ്പോ പ്രസംഗിച്ചടക്കണ കേൾക്കണോ? കേട്ടോളൂ. മുസ്ലിയാക്കന്മാർ അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ഓ ക്രിസ്തു സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഓ, അവാർഡ് കൊടുക്കണം ആ മനസ്സിന്, നോബൽ സമ്മാനം. അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമല്ല. പിന്നെ അതിന് മുസ്ലിങ്ങൾ അക്ബറിനെ ഏൽപ്പിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും മുടക്കണം മൂപ്പർക്ക്. പിന്നെ ആരെ ഏൽപ്പിച്ചത്? നമ്മുടെ സുലൈമാൻ സക്കാഫി ആളേക്കൽ അലവി സക്കാഫി ആളെ കൂട്ടിയിട്ട് മുജാഹിദിനെ വെക്കിട്ടുന്ന പോലെയുള്ള ഏർപ്പാടല്ല ഇത്. ഇനിച്ചിരി പഠിക്കണം, വിവരം വേണം, അടിസ്ഥാനപരമായ തത്വം മനസ്സിലാക്കണം. നിങ്ങൾ വാദപ്രതിവാദത്തിനൊക്കെ വീരന്മാരെ, വെല്ലുവിളി വീരന്മാരല്ല, മുട്ടിയ വാദപ്രതിവാദം. എനിക്ക് ഒരൊറ്റ ഒരെണ്ണം, ഒരു വാദപ്രതിവാദം നമ്മളിന്ന് കാണട്ടെ. പാതിരിമാർ ഇസ്ലാമിനെതിരല്ലേ പറയുന്നത്? മുഹമ്മദ് നബിക്കെതിരല്ലേ? കേട്ടില്ലേ? മുഹമ്മദ് നബി നരകത്തിലിടുന്ന ഖുർആനുണ്ട്. ഏതെങ്കിലും ഒരു മുയിലാര് മറുപടി പറഞ്ഞോ? വിളിക്കൂ വാദപ്രതിവാദത്തിനൊന്ന് കാണട്ടെ. ലൂക്കോസോ? അതാരാ? മാർക്കോസ്. പണ്ട് യാനബി അല്ലേ മാർക്കോസ്? അത് നമുക്കറിയാം. ഒന്ന് ആലോചിച്ച്, ഒന്നിൽ തനിക്ക് കഴിയില്ലെങ്കിൽ എന്തിന് കുറ്റപ്പെടുത്തണം? എന്തിന് വഴിമുടക്കണം? വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം പ്രചരിക്കുന്ന ഏതവസ്ഥയുണ്ട് അവിടെ പോയി തുരുപ്പുണ്ടാക്കണം. അതാ ഞാൻ പറഞ്ഞത്, സിയോണിസ്റ്റുകളിൽ നിന്ന് അച്ചാരം പറ്റിയിട്ട് ഈ പ്രസ്ഥാനത്തെയും ഈ പ്രബോധന പ്രവർത്തനത്തെയും ഇല്ലായ്മ ചെയ്യാമെന്ന് ഏതൊരുത്തൻ വിചാരിച്ചാലും ഞങ്ങൾക്കുള്ള സഹായം നസ്റുല്ലാ, അള്ളാന്റെ സഹായം മാത്ര. ഞങ്ങൾക്ക് ആൾബലല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല. ഒരിക്കലും ഒരു വോട്ട് വാങ്ങാൻ മുജാഹിദ് പ്രസ്ഥാനം മാറിയിട്ടില്ല. ഓരോരുത്തന്റെ മുന്നിലും പോയി വിലപേശാൻ മുജാഹിദ് പ്രസ്ഥാനം നിന്നിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ മുന്നേറ്റമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അവിടെ പിന്നെ ഈ രൂപത്തിലുള്ള ആരോപണമായി വന്നിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമല്ല. പിന്നെ ആര് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം? കാന്തപുരം മുസ്ലിയാരോ? നിങ്ങൾ നോക്ക്, കാന്തപുരം മുസ്ലിയാർ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് കണ്ടോളൂ കൃത്യമായി തന്നെ. കക്കാട് കൈമുട്ടി പാടുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്.
നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാടിന്റെ മുട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. എങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ. എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ മുട്ടും കുറച്ച് മുട്ടും എല്ലാ മുട്ടും മുട്ട് തന്നെയാണ്. അത് ദുബായിലാകുമ്പോഴേക്ക് ഹലാലാവൂല, കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ അതും നോക്ക് നിങ്ങൾ. ഫോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും ദുആരക്കുന്നതും. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് വലിയ ഷെയ്ഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട്. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ? ഒരു ചുമരുമൽ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് നിലവിളിക്കുക. എനിക്ക് കളിപ്പാട്ടൊന്ന് വെച്ചു കൊടുത്തേ. ആടിപ്പാട്ട്, കളിപ്പാട്ട്, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ. വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ വിക്ര ഹൽക്കയിലും ബുർദ മജ്ലിസിലും പങ്കെടുത്തപ്പോഴും അവര് മുട്ട് ആട് ഒക്കെ ചെയ്തു നോക്കി. എന്നാൽ കേരളക്കാരും കൂടുന്നില്ല എന്നതാണ്. കരഘോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് കരഘോഷം? കൈമുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ്. എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജ്ലിസുകളുണ്ട്. ബഗ്ദാദില്, സിറിയയില്, ജോർദാനില്, മിസറില്, ഫലസ്തീനില്, അവിടെയൊക്കെ ഉള്ള എത്ര മജ്ലിസുകളിൽ കൈമുട്ടിക്കൊണ്ട് ബസ് എന്നാ പറയാ, കരഘോഷം നടത്തിക്കൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസും മുഅ്മിനീങ്ങളുടെ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് പരിചയമില്ലാതിരിക്കാം. സൂഫിയാക്കളുടെ കിതാബിലൊക്കെ അതിനെപ്പറ്റി ഹുക്മ് പറയുന്നുണ്ട്. അഹ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്താവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മസ്ലൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി നടത്തുന്ന കൈമുട്ട്, അതിന് വളരെയേറെ ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു അനുകൂലമായി ഫത്വ പറഞ്ഞിട്ടുണ്ട്. ഷാദുലിയാക്കളുടെ മജ്ലിസിലൊക്കെ കാണാം. കാന്തപുരം തന്നെ അത് എപ്പോഴും നടത്തിയിട്ടുണ്ട്, പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും ഫോട്ടോകൾ, ഷാദുലികളുടെ പെണ്ണുങ്ങളെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അത് വേറെ തെളിയിക്കത്തല്ലേ? സുഡാനിലെ സൈറ്റിൽ നിന്ന് ഓരോ ഫോട്ടോകൾ, ആ ഫോട്ടോകളുടെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഒരു ഷെയ്ഖിനെ അവമതിക്കാൻ, അവഗണിക്കാൻ, കരിവാരി തേക്കാൻ ഇത് പ്രദർശിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് അറിഞ്ഞുകൂടെ? ഇതാണ് ഡാൻസ്, പാട്ട്. കാരണം വെച്ചാല് നമ്മുടെ മഅദനി സാഹിബ് ഒരു തരീക്കത്തിൽ പോയി, ദസൂക്കി തരീക്കത്ത്. ആ മഅദനി സാഹിബ് ദസൂക്കി തരീക്കത്തിൽ പോയി ചേർന്നപ്പോ കക്കാട് ഫൈസിയായിരുന്നു കേരളത്തിൽ അതിന്റെ ഏജന്റ്. അങ്ങനെ കക്കാട് ഫൈസിയുടെ തരീക്കത്തിൽ പോയി മഅദനി ബൈഅത്ത് ചെയ്യുകയും അവസാനം ആ ദസൂക്കി തരീക്കത്തിനെ അനുകൂലിച്ചുകൊണ്ട് മഅദനി സാഹിബ് ഒരു കാസറ്റ് ഇറക്കുകയും ചെയ്തു. കാസറ്റ് ഇറക്കിയപ്പോ പേരുടെ മുസ്ലിയാര് നമ്മുടെ തരീക്കത്ത് പൊളിക്കൂ, ഈ തരീക്കത്ത് വളർന്ന കക്കാട് ഫൈസി ആരാ? മർക്കസ് സക്കാഫത്തി സുന്നെ 14 കൊല്ലം ക്ലാസ് എടുത്ത പ്രൊഫസറാ. ആര്? കക്കാട് ഫൈസി. ഈ കാരന്തൂര് 14 കൊല്ലം ഉണ്ടായിരുന്ന ആളാണ് ഈ കക്കാട് ഫൈസി. ഇവരുടെ ഹജ്ജ് അമീറായിരുന്നു, SSF ഹജ്ജ് അമീർ, SYS ആരുടെ ഈ കക്കാട് ഫൈസി. അങ്ങനെ 14 കൊല്ലം തരീക്കത്തിൽ അംഗത്തെടുത്ത് 6 കൊല്ലം അവിടെ നിന്നു. അവസാനം എന്തൊക്കെയോ കുശൂഷിപ്പുണ്ടായപ്പോ മൂപ്പര് പുറത്താക്കി. അങ്ങനെ കക്കാട് വളരും, മഅദനിയും കൂടെ ചേർന്നാണെന്ന് കണ്ടപ്പോ ഇവര് CD ഇറക്കി, കക്കാടിന്റെ തരീക്കത്തും മഅദനിയുടെ ബൈഅത്തും. അവിടെ പറഞ്ഞു എന്ത്? കക്കാട് തരീക്കത്തിൽ ആട്ടുണ്ട്, പാട്ടുണ്ട്. അപ്പൊ കക്കാട് ഫൈസി ആരാമോൻ? കക്കാട് ഫൈസി 14 കൊല്ലം നിന്ന ആളല്ലേ. കക്കാട് പറഞ്ഞു നിങ്ങളും ആടുന്നല്ലോ, പാടുന്നുണ്ടല്ലോ, കൈകൊട്ടുണ്ടല്ലോ, എന്റെയിലും ഉണ്ടാ ക്ലിപ്പ്. അങ്ങനെ ഇട്ടതാ. നിങ്ങൾ നോക്ക്. അപ്പൊ ഇസ്ലാം പ്രചരിപ്പിക്കാണ്, ദീൻ പ്രചരിപ്പിക്കാണ്. ഇസ്ലാമിന് വേണ്ടി ഇവർ ചെയ്യുന്ന സേവനാണ് ഈ കാണുന്നത്. കണ്ടോ? എന്നിട്ട് ആട്ടം, ഇത്രയും കാലം പാട്ടാണ്, ഇപ്പൊ ഡാൻസ് എന്ന് ഒരു സക്കാബി പറയുന്നത്. മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലേക്ക് ഞങ്ങൾ മാറുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ജാക്സൺ സ്റ്റൈലാണ്. അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങണല്ലോ, പടിഞ്ഞാർന്ന് വരണം. എല്ലാം പാശ്ചാത്യന് ആ സാമ്രാജ്യത്തെ ഇവിടെ ഇറക്കുമതി ചെയ്യാണ്. ആട്ടവും പാട്ടും പഴയതുപോലെ ഇപ്പോഴല്ലല്ലോ. മുമ്പൊക്കെ ഒരു ചെറിയ മൗലതൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല, ഭയങ്കര ഡാൻസും ജഗയും പുകയും, അങ്ങനെ ആകെ ബഹളവും, അങ്ങനെ ഒരു ജാക്സനെ പോലും തോപ്പിക്കുന്ന രൂപത്തിലുള്ള ആട്ടവും പാട്ടും ഒക്കെയാണ്. അവസാനം നമുക്കറിയാം മൈക്കിൾ ജാക്സൺ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയ. 3 വട്ടം കണ്ട മൂപ്പരെ തെരഞ്ഞെടുത്തല്ലേ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട്, ഇല്ലേ? ആ മൈക്കിൾ ജാക്സൺ ഇച്ചിരി കറുത്തോയപ്പോ മൂപ്പരെന്തെടുക്കണം? വെളുപ്പിക്കണം. അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ലക്ഷങ്ങൾ കോടികൾ മുടക്കുന്ന ആൾക്കാരാ മുസ്ലിയാക്കന്മാർ. ഇപ്പൊ നല്ലറൊക്കെ വാരി ഫറോലവലിയൊക്കെ തേച്ച് വന്ന് ഇങ്ങനെ ആടുകയല്ലേ.
ആട്ടത്തിനും പാട്ടിനും ആ ഈമാൻ വേണമല്ലോ. ഫെറാലോലി വെച്ചാൽ ഈമാൻ വരുള്ളൂ. മുജാഹിദ് മൗലവിമാരെ കണ്ടില്ല, ഒരെണ്ണത്തിന്റെ മുഖത്ത് നോക്കി ഈമാൻ ഒരു വെട്ടമില്ല. ഫെറാലോലി മേടിക്കാൻ പൈസ ഇല്ലേ കയ്യെ. അതിപ്പോ ഫെറാലോലിയൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ മിനിങ്ങി ആ തുടുത്ത ആ വലന്താലിയും കുപ്പായും നമ്മളെ ഏൽപ്പിക്കാരെന്ന് അറിയിക്കണം. ആ വലന്താലിയും കുപ്പായും ഇങ്ങനെ തിളപ്പിക്കണം. അങ്ങനെ തിളക്കാൻ അതിന് സമയമില്ല. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ ഈ ജാക്സനെ പോലും തോപ്പിക്കുന്ന രൂപത്തിൽ ആട്ടവും പടത്തിന് പ്രാക്ടീസ് എടുക്കാൻ ഗൾഫിൽ നിന്ന്